ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെയും 8-ാമത്തെയും വചനം നമുക്ക് വായിച്ചു കേൾക്കാം. അതിൽ നിന്നാണ് ദൈവം സംസാരിക്കുന്നത്. ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കും തന്റെ വ്രതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കയില്ലയോ? വേഗത്തിൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പം പ്രാർത്ഥനയുടെ ശക്തി എന്താണ്, പ്രാർത്ഥനയിൽ ലഭിക്കുന്ന മറുപടി എന്താണെന്ന് കർത്താവ് വെളിപ്പെടുത്തുന്ന ഒരു ഭാഗമാണ് നമുക്കിവിടെ പഠിക്കാൻ കഴിയുന്നത്. 18-ാം അധ്യായം തുടങ്ങുമ്പം മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് കർത്താവ് പഠിപ്പിക്കുന്ന ഭാഗത്തെ ഒരു ഉപമ വെളിപ്പെടുത്തുന്ന ഭാഗമാണ്. അതിനകത്തുനിന്നാണ് 2 വാക്യങ്ങൾ നമ്മൾ വായിച്ചു കേട്ടത്. പ്രാർത്ഥനയിൽ ഒരിക്കലും മടുപ്പ് വരരുത്. ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്, പ്രാർത്ഥനയ്ക്ക് മുടക്കം വരരുത്. പ്രാർത്ഥനയിൽ മടുപ്പും വരരുത്, പ്രാർത്ഥനയിൽ മുടക്കവും വരരുത്. തൊട്ടേച്ച് പറ, പ്രാർത്ഥനയ്ക്ക് മടുപ്പ് വരരുത്, മുടക്കം വരരുത്. മടുപ്പും മുടക്കവും വന്നാൽ ജീവിതത്തിൽ മൊത്തത്തിൽ മുടക്കമായിരിക്കും. അപ്പം മുടക്കം വരാതിരിക്കണമെങ്കിൽ നിങ്ങൾ പ്രാർത്ഥനയിൽ മടുപ്പും ഉണ്ടാകരുത്, മുടക്കവും ഉണ്ടാകരുത്. ഇനി ദൈവത്തിന് സ്തോത്രം, ഈ ബൈബിൾ നമ്മൾ പഠിക്കുമ്പം ദൈവസന്നിധി ചെല്ലുന്ന 4 കാര്യങ്ങൾ ബൈബിളിലുണ്ട്. അതിലൊരു കാര്യമാണ് പ്രാർത്ഥന. എല്ലാം ദൈവസന്നിധി ചെല്ലത്തില്ല, എന്നാൽ ദൈവസന്നിധിയിൽ എത്തുന്ന 4 കാര്യങ്ങളുണ്ട്. സ്തോത്രം. ഞാൻ അതിലോട്ടാണ് നിങ്ങളുടെ ചിന്തകളെ കൊണ്ടുവരാനായിട്ട് പോകുന്നത്. ഈ വാക്യത്തിനകത്ത് 3 സന്ദേശമുണ്ട്. ഒന്നാമത്തെ സന്ദേശം, നിലവിളി കേൾക്കുന്ന ദൈവം. 2, നമുക്ക് വേണ്ടി പ്രതിക്രിയ നടത്തുവാൻ അല്ലെങ്കിൽ പരിഹാരം തരുവാൻ ഇറങ്ങുന്ന ദൈവം. 3, നമ്മെ രക്ഷിപ്പാൻ ഇറങ്ങുന്ന ദൈവം. സ്തോത്രം. നമ്മൾ പലതരത്തിലുള്ള പ്രാർത്ഥനയുണ്ട്. ഫാമിലി പ്രയറുണ്ട്, പേഴ്സണൽ പ്രയറുണ്ട്. ബൈബിളിൽ ഒരു വാക്യമുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിൽ പ്രാർത്ഥിക്കണം. ആദ്യം ഒന്ന് ചോദിച്ചേ, രഹസ്യ പ്രാർത്ഥന ഉണ്ടോ എന്നൊന്ന് ചോദിച്ചേ. ഉണ്ടോ? രഹസ്യ പ്രാർത്ഥന ഉള്ളവരൊന്ന് കൈപൊക്കിക്കുക. എനിക്ക് രഹസ്യ പ്രാർത്ഥനയുണ്ട്. ഉണ്ടോ? പകുതി കൈ പൊങ്ങിയിട്ടില്ല. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിക്കണേ. കട്ടിലേലോട്ട് ചെന്നിരുന്നേച്ച്, കർത്താവേ അടിയനിതാ കിടക്കുന്നു. അങ്ങനല്ല, മാത്തനെന്നാണ് പറയുന്നത്. പക്ഷേ ഞാനത് പറയുന്നില്ല. അടിയനിതാ കിടക്കുന്നു, അടിയനെ കാത്തോണേ എന്നല്ല. ഒരു വ്യക്തിയുടെ ലൈഫിൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്താണെന്ന് ചോദിച്ചാൽ അവൻ്റെ പേഴ്സണൽ പ്രയറാണ്. ഒരാൾക്ക് പേഴ്സണൽ പ്രയർ ഉണ്ട്, അതിൻ്റെ അർത്ഥം അവൻ വിജയിക്കാൻ തുടങ്ങിയെന്നാണ്. 0യിൽ കിടക്കുന്നൊരു വ്യക്തിക്കും ഉയർന്നു വരാൻ ഒറ്റ വഴിയേ ഉള്ളൂ, പേഴ്സണൽ പ്രയർ. ഇനി പേഴ്സണൽ പ്രയറിൻ്റെ ഒരു പ്രത്യേകത പറയാം. അത് കഴിയുമെങ്കിൽ അറയിൽ കടന്ന് വാതിലടച്ച് പ്രാർത്ഥിക്കണം. അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിൽ സ്തോത്രം, ഒരു മുറിക്കകത്ത് ഒരു വാതിലടച്ച് പ്രാർത്ഥിക്കണം. അന്നേരം ഒരു പ്രത്യേകത പറയാം. ആൾക്കാരെ കാണാൻ പ്രാർത്ഥിക്കുന്നവരും കാണിക്കാൻ പ്രാർത്ഥിക്കുന്നവരും ഉണ്ട്, ദൈവം കാണാൻ പ്രാർത്ഥിക്കുന്നവരും ഉണ്ട്. ചില കണ്ടിട്ടില്ലയോ, ഒരിക്കലും പ്രാർത്ഥിക്കാത്ത പ്രാർത്ഥന അവരുടെ ബന്ധുക്കൾ 4 പേരെ കാണുമ്പം ഭയങ്കര ശബ്ദത്തിൽ പ്രാർത്ഥിച്ചു കളയും. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണെന്ന് കാണിക്കാൻ വേണ്ടി. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം, നിങ്ങളുടെ ഒരു പ്രാർത്ഥനയും മനുഷ്യനെ കാണിക്കാനല്ല, ദൈവത്തെ കാണിക്കാനാണ്. എത്ര പേർക്ക് ആമീൻ പറയാൻ പറ്റും? അപ്പം ആ പ്രാർത്ഥനയ്ക്കകത്തൊരു പ്രാർത്ഥനയാണ് നിലവിളിച്ച് പ്രാർത്ഥിക്കുക. എന്തുവാ നിലവിളിക്കുക എന്ന് പറഞ്ഞത്? നിലവിട്ട് വിളിക്കുക. അതിന് ഒറ്റയ്ക്കുള്ള പ്രാർത്ഥന ഭയങ്കര പവർഫുള്ളാണ്. ചില കണ്ടിട്ടില്ലയോ, ആരാധനകളിൽ ഇരിക്കുമ്പം സാധാരണ വരുന്ന പോലെയുള്ള ചില ആരാധനകളിൽ വരുമ്പം അവരറിയാതെ അവിടെ ആരാധനയുടെ കൺട്രോൾ അങ്ങ് പോകും. അതിൻ്റെ അർത്ഥം എന്തുവാ? അവർ ജഡതലം വിട്ട് ആത്മതലത്തിലേക്ക് പ്രവേശിച്ചു. ഹല്ലേലൂയ. ഇന്ന് എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുക, നിന്റെ നിലവിളിക്ക് മുമ്പിൽ ദൈവം നിൽക്കണം. പൗലോസ് പറയുക, ആകാശത്തിൽ കൂടെ കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ നമുക്കുണ്ട്. നീ ഇവിടെ നിലവിളിച്ചാൽ നിന്റെ നിലവിളിക്കും നിന്ന് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം. ഓ ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാം, ഈ ദൈവസന്നിധി ചെല്ലുന്ന 4 കാര്യങ്ങൾ ബൈബിളിൽ നിന്ന് വെളിപ്പെടുത്തിയ ദൂതിലോട്ടുണ്ട്. 4 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം നിങ്ങൾ 18-ാം സങ്കീർത്തനത്തിൻ്റെ 6-ാമത്തെ വാക്യം നമ്മൾ പഠിക്കുമ്പം വായിക്കണമെന്നില്ല, ഞാൻ പറഞ്ഞു കേൾപ്പിക്കാം. നിങ്ങളുടെ പ്രാർത്ഥന ദൈവത്തിൻ്റെ മുമ്പിൽ എത്തി. അങ്ങനെയാണ് ഈ 18-ാം സങ്കീർത്തനം 6-ാം വാക്യത്തിൽ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 38-ാം അധ്യായം 5-ാം വാക്യം, നിന്റെ കണ്ണുനീർ ദൈവത്തിൻ്റെ മുമ്പിൽ എത്തി. 3-ാമത്തെ കാര്യം അപ്പോസ്തല പ്രവൃത്തി
10 അധ്യായം 4 വാക്യം, നിന്റെ ധർമ്മം ദൈവത്തിൻ്റെ മുമ്പിൽ എത്തി. 4-ാമത്തെ കാര്യം 18 സങ്കീർത്തനം 6 വാക്യം, നിന്റെ നിലവിളി ദൈവത്തിന് മുമ്പിൽ എത്തി. 4 ദൈവ മുമ്പിൽ എത്തുന്ന 4 കാര്യങ്ങളാണ്. കൈയടി എത്തിയെന്ന് ഈ ബൈബിളിലില്ല. നിങ്ങൾ കൈയടിച്ചു, അത് ദൈവത്തിന് മുമ്പിൽ എത്തിയെന്നില്ല. സ്തോത്രം. നിങ്ങൾ അടിപൊളി വസ്ത്രം ധരിച്ചുകൊണ്ട് വന്നു, അത് ദൈവത്തിന് മുമ്പിൽ എത്തിയെന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങൾ ഇവിടെ നിന്നുകൊണ്ട് ദൈവത്തിന് സ്തോത്രം കസാറ ഇട്ടു, അത് ദൈവത്തിന് മുമ്പിൽ എത്തിയെന്നില്ല. അത് നല്ല കാര്യമാണ്, ഹല്ലേലൂയ. പക്ഷെ ദൈവത്തിന് മുമ്പിൽ എത്തുന്ന 4 കാര്യങ്ങളാണ്. 1, പ്രാർത്ഥന എത്തി. 2, ദൈവത്തിന് സ്തോത്രം ദൈവമേ കണ്ണുനീർ ദൈവത്തിന് മുമ്പിലെത്തി. ദൈവത്തിന് സ്തോത്രം. 4, ധർമ്മം ദൈവത്തിന് മുമ്പിലെത്തി. 4-ാമത്തെ കാര്യം നിലവിളി ദൈവത്തിന് മുമ്പിലെത്തി. ഈ 4 കാര്യം എപ്പോൾ ചെയ്താലും അത് എവിടെത്തും? ദൈവത്തിന് എന്തൊക്കെയാ? പ്രാർത്ഥന, കണ്ണുനീർ, ധർമ്മം, നിലവിളി. ഇത്രയും കാര്യം നീ ഇവിടെ അർപ്പിക്കുമ്പോൾ അവിടെ എത്തും. അത് ബൈബിളിൻ്റെ വെളിപ്പാടാണ്. വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്, വിശ്വമേ യാഗപീഠത്തിൻ്റെ മുമ്പിക്കുന്ന ഒരു ദൂതനെ കുറിച്ച് വായിക്കുന്നുണ്ട്. ധൂപവർഗത്തിൻ്റെ പുക വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയും കൂടെ ദൈവസന്നിധിയിലേക്ക് കരേറിപ്പോയി. വെളിപ്പാട് പുസ്തകം എന്നെടുത്ത് റെവലേഷൻ ചാപ്റ്റർ 8, വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വചനം, മറ്റൊരു ദൂതൻ ഒരു സ്വർണ്ണ ധൂപകലശവുമായി വന്നു. യാഗപീഠത്തിനരികെ നിന്നു. യോഹന്നാൻ വെളിപ്പാടിൽ ഹൃദയഹാരിയായ ഒരു രംഗം കാണുകയാണ്. ശ്രദ്ധിച്ചേ, മറ്റൊരു ദൂതൻ ഒരു സ്വർണ്ണ ധൂപകലശവുമായി വന്ന് യാഗപീഠത്തിനരികെ നിന്നു. സിംഹാസനത്തിന് മുൻപിലുള്ള സ്വർണ്ണപീഠത്തിന്മേൽ സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയോട് ചേർക്കേണ്ടതിന് വളരെ ധൂപവർഗം അവന് കൊടുത്തു. ധൂപവർഗത്തിന്റെ പുക വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോട് കൂടെ ദൂതന്റെ സന്നിധിയിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് കരേറി. ഓ ഗ്ലോറി ടു ഗോഡ്. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് പ്രവചിക്കാൻ പോവാ, നിന്റെ പ്രാർത്ഥന ദൈവത്തിന് മുമ്പിൽ എത്തി. എത്ര പേർക്ക് ആമീൻ പറയാൻ പറ്റും? ഹല്ലേലൂയ. നിന്റെ പ്രാർത്ഥന ദൈവത്തിന്റെ മുമ്പിൽ എത്തി. എത്ര പേർക്ക് അതിന് ആമീൻ പറയാൻ പറ്റും? ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളെ തൊട്ടേച്ച് പറയാം, നിന്റെ പ്രാർത്ഥന ദൈവത്തിന്റെ മുമ്പിൽ എത്തി. ഹല്ലേലൂയ. അതിൻ്റെ അർത്ഥം എന്തുവാ? എത്തിയെങ്കിൽ ഉടനെ റിസൾട്ട് ഉണ്ട്. അടുത്ത എഴുതി വായിക്കുന്നത്, നിന്റെ കണ്ണുനീർ ദൈവത്തിന്റെ മുമ്പിൽ എത്തി. നീ ബൈബിളിലെ ഒരു ഭാഷ നിങ്ങളോട് പറയാം, അവൻ കണ്ണുനീർ തുരുത്തിയിലാക്കി വെക്കുന്ന ദൈവമാണ്. മനസ്സിലായി? നീ കരഞ്ഞേച്ച് ആ കണ്ണുനീര് നിന്റെ കർച്ചീഫ് കൊണ്ട് ഒപ്പി നിന്റെ ഉടുപ്പേ വന്നപ്പം ഇങ്ങനെ നീ തുടച്ചു കളഞ്ഞു, അത് മാഞ്ഞു പോയെന്നാണോ ചിന്തിക്കുന്നത്? അല്ലാതെ ദൈവത്തിൻ്റെ തുരുത്തിയിൽ സ്റ്റോറായിട്ടുണ്ട്. എന്നിട്ട് എഴുതി വെച്ചേക്കുക, അതൊരു വിതയാ, അതിന് തക്ക ഒരു കൊയ്ത്ത് 2025 അവസാനിക്കുന്നതിന് മുമ്പ് നിന്റെ സന്തതി അത് കൊയ്യും. സധാന ഹംദന ദൂരമന ഹത്തര ബരബല ദൂരമന ഹത്തിരി ബിഗുഡമന ദൂരമന രബദന ബൗഡമന. ഞാൻ വിശ്വാസത്തിൽ വന്നു കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞു. സ്തോത്രം. അപ്പം ഞാനൊരു മർത്തോമക്കാരനായോണ്ട് ഞങ്ങളുടെ വീട്ടിൽ അത്ര വലിയ പ്രാർത്ഥനയൊന്നും ഉള്ള വീടല്ലായിരുന്നു. എന്നാൽ ഞാൻ ലിനിയെ വിവാഹം കഴിച്ച് അവരുടെ വീട്ടിൽ ചെന്നപ്പോൾ ലിനിയുടെ അമ്മ ഭയങ്കര പ്രാർത്ഥനക്കാരിയാണ്. ഞാൻ അമ്മയെ കണ്ടൊരു കാര്യമുണ്ട്. അമ്മ ചട്ടയാണ് അമ്മയുടെ വസ്ത്രം. സ്തോത്രം. അമ്മ പ്രായമുള്ള ആളായതുകൊണ്ട് എല്ലാ ജോലികളും ഇങ്ങനെ ചെയ്യും. ഓരോ ജോലി ചെയ്ത് 3 മണിക്കൂർ ആകുമ്പോൾ കഥകളോട് തോർത്തിട്ടിട്ടുണ്ട്. ആ തോർത്തും എടുത്ത് തലയിലിട്ടുകൊണ്ട് അപ്പുറത്തോട്ട് താറയിലോട്ട് പോയിരുന്ന് ഒരൊറ്റ മണിക്കൂർ ഒരു പ്രാർത്ഥന. ഒരു ദിവസം 6ഉം 7ഉം പ്രാവശ്യം പ്രാർത്ഥിക്കും. ഈ 7 പ്രാവശ്യം കരഞ്ഞ് പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ തോർത്തുകൊണ്ട് കണ്ണുനീരൊപ്പിക്കൊണ്ടാണ് എഴുന്നേക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു പ്രാർത്ഥന കാണുന്നത്. സ്തോത്രം. ലിനിയിൽ പോലും അത്രയും പ്രാർത്ഥനയുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഹല്ലേലൂയ. അതുപോലെ ഓരോ മണിക്കൂർ ഇടവിട്ട് കുക്ക് ചെയ്യുന്നതിനിടയിലും പോയി 1 മണിക്കൂർ പ്രാർത്ഥിക്കും. എന്തിനാ? തലമുറയ്ക്ക് വേണ്ടിയുള്ള ഇൻവെസ്റ്റ്മെൻറ്റാ.
ഞാൻ പേരൻസിനോട് പറയുക, കുറയരുത്. ഹൈടെക് യുഗമായാലും നിന്റെ കണ്ണുനീരിൻ്റെ ഫലം നിന്റെ സന്തതി കൊയ്യും. ഈ ആരാധനയ്ക്കകത്ത് ഞാൻ പറയാം, ആര് കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുന്നുണ്ടോ അവർക്ക് പരിഹാരമുണ്ട്. ഇനി മൂന്നാമത്തെ കാര്യം, നിന്റെ ധർമ്മം ദൈവത്തിൻ്റെ മുമ്പിൽ എത്തി. ധർമ്മം ആരോടായി പറഞ്ഞത്? കൊർന്നേലിയോസിനാ പറഞ്ഞത്. നിന്റെ ധർമ്മം എവിടെ എത്തി? നിന്റെ സ്തോത്രകാഴ്ച മേളിലെത്തി. നീ ദൈവത്തിന് വേണ്ടി കൊടുത്തത് മേളിലെത്തി. അപ്പം പ്രാർത്ഥിച്ച മേളിലെത്തും, കരഞ്ഞ മേളിലെത്തും, കൊടുത്ത മേളിലെത്തും. അടുത്ത ഘട്ടം നിലവിളിച്ചാൽ, അവിടുന്ന് ആ പ്രസംഗം തുടങ്ങുന്ന നിലവിളിച്ചാൽ. ഒരു ചോദ്യം, മനുഷ്യൻ മാത്രമേ നിലവിളിക്കുന്നുള്ളൂ? അല്ല, സർവ മൃഗജാലങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്? നിലവിളിക്കുന്നുണ്ട്. 104 സങ്കീർത്തനം ഒന്ന് എടുത്തേ. മനുഷ്യർ മാത്രമല്ല, നിങ്ങൾ വിചാരിക്കണം നിങ്ങൾ കുറച്ച് പേര് മാത്രമൊന്നും അല്ല ഇവിടെ വന്ന് നിലവിളിക്കുന്നേ. 104 സങ്കീർത്തനം ഒന്ന് എടുത്തേ. 21 വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ. ബാലസിംഹങ്ങൾ ഇരയ്ക്കായി അലറുന്നു. ബാലസിംഹങ്ങൾ ഇരയ്ക്കായി അലറുന്നു. ബാലസിംഹങ്ങൾ ഇരയ്ക്കായി അലറുന്നു. ഇരയ്ക്കായി അലറുന്നു. അവ ദൈവത്തോട് തങ്ങളുടെ ആഹാരം ചോദിക്കുന്നു. കണ്ടോ, ആ അലർച്ച നമുക്ക് പേടിയാ, പക്ഷേ അത് അലറുന്നത് ദൈവത്തോട് തങ്ങളുടെ ആഹാരം ചോദിക്കുകയാണ്. സൂര്യൻ ഉദിക്കുമ്പോൾ അവ മടങ്ങുന്നു. ഞാനൊരു ദൂത് നിന്നോട് പറയാം. എടാ, ഒരു മൃഗം അലറുന്നെങ്കിൽ ഓർത്തോണം, അവൻ ദൈവത്തോട് ആഹാരം ചോദിക്കുക. ഇന്ന് ഈ വചനം കേൾക്കുന്ന ചിലരോട് പറയാം, നീ മാത്രമല്ല നിലവിളിക്കുന്നത്, മൃഗങ്ങൾ നിലവിളിക്കുന്നുണ്ട്. ഇനി അടുത്ത നോക്കിയേ, അതേ സങ്കീർത്തനത്തിന്റെ 25 വാക്യം വായിച്ചോ. വലിപ്പവും വിസ്താരമുള്ള സമുദ്രം സങ്കീർത്തനക്കാര വലിപ്പവും വിസ്താരവുമുള്ള സമുദ്രം അതാ കിടക്കുന്നു. അതിൽ സഞ്ചരിക്കുന്ന ചെറിയതും വലിയതുമായ അസംഖ്യം ജന്തുക്കളുണ്ട്. അതിൽ കപ്പൽ ഓടുന്നു. അതിൽ കളിപ്പാൻ നീ ഉണ്ടാക്കിയ ലിവ്യാഥാനുണ്ട്. തക്ക സമയത്ത് തീൻ കിട്ടേണ്ടതിന് ഇവയൊക്കെ നിന്നെ കാത്തിരിക്കുന്നു. ഇവയെല്ലാം നിന്നെ കാത്തിരിക്കുന്നു. നീ കൊടുക്കുന്നതിനെ അവ പെറുക്കുന്നു. നീ കൊടുക്കുന്നവനെ അവ പറക്കുന്നു. തൃക്കൈ തുറക്കുമ്പോൾ അവയ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുന്നു. സിംഹം മാത്രമല്ല, കടലിലെ മീനും നിലവിളിക്കുന്നു. ഇയ്യോബിന്റെ അടുക്കൽ ഒരിക്കൽ സർവശക്തനായ ദൈവം ഇറങ്ങി വന്നിട്ട് 77 ചോദ്യം ചോദിച്ചതിനകത്തെ ഒരു ചോദ്യം യോബിന്റെ പുസ്തകം 38 അധ്യായത്തിന്റെ 41 വാക്യത്തിലുണ്ട്. യോബിന്റെ പുസ്തകം, ഹല്ലേലൂയ, 38 അധ്യായത്തിന്റെ 41 വാക്യത്തിലുണ്ട്. 38, 39 അധ്യായങ്ങളിൽ 77 ചോദ്യം ചോദിച്ച കൂട്ടത്തിൽ ഒരു ചോദ്യം ദൈവം ചോദിക്കുക കേട്ടോ. കാക്കക്കുഞ്ഞുങ്ങൾ ഇരകിട്ടാതെ ഉഴന്ന് ദൈവത്തോട് നിലവിളിക്കുമ്പോൾ അതിന് തീൻ എത്തിച്ചു കൊടുക്കുന്ന. കാക്കക്കുഞ്ഞുങ്ങൾ ഇരകിട്ടാതെ ഉഴന്ന് ദൈവത്തോട് നിലവിളിക്കുമ്പം അതിന് തീൻ ആരാടാ അതിന് തീൻ എത്തിച്ചു കൊടുക്കുന്നേ? കണ്ടോ, കാട്ടിലെ മൃഗം നിലവിളിക്കുന്നു, കടലിലെ മത്സ്യം നിലവിളിക്കുന്നു, പറക്കുന്ന പക്ഷി നിലവിളിക്കുന്നു. നീ മാത്രമല്ല നിലവിളിക്കുന്നത്, നിങ്ങളെല്ലാം മൗനമായിരുന്നാലും. ഒരിക്കൽ യേശു പറഞ്ഞു, ശിഷ്യന്മാർ പറഞ്ഞു ഇവരോട് മിണ്ടാതിരിക്കാൻ പറയുന്ന കൂട്ടത്തിൽ നിന്നവർ പറഞ്ഞപ്പോൾ യേശു പറയുക, ഇവർ മിണ്ടാതിരുന്നാൽ ഈ കല്ലുകൾ ആർത്തു വിളിക്കും. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയുക, നീ മാത്രമല്ല നിലവിളിക്കുന്നത്, നിലവിളി കുറച്ചിരിക്കുന്നത് നീ മാത്രമാ. നീ നിലവിളി കൂട്ടണം. കാരണം നിന്റെ നിലവിളിക്ക് ദൈവം ഇറങ്ങി വരാൻ പോകുകയാണ്. ഓക്കെ, കാക്കക്കുഞ്ഞുങ്ങൾ ഇരകിട്ടാതെ ഉഴന്ന് ദൈവത്തോട് നിലവിളിക്കുമ്പോൾ അതിന് തീൻ എത്തിച്ചു കൊടുക്കുന്നത്. സങ്കീർത്തനത്തിൽ വാക്യമുണ്ട്, കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്ക് അതതിൻ്റെ ആഹാരം. ഞാനൊരു ദൂത് പറയാം. ഇവിടെ ഇരിക്കുന്ന ആയിരക്കണക്കിന് ആൾക്കാർക്ക് എന്തെല്ലാം ആവശ്യമുണ്ടോ അതെല്ലാം എത്തിച്ചു തരാൻ എൻ്റെ ദൈവം വിശ്വസ്തനാണ്. എൻ്റെ ആവശ്യമല്ല ജോഷി പാസ്റ്ററുടെ ആവശ്യം, ആ ആവശ്യമല്ല രഞ്ജിത്തിൻ്റെ ആവശ്യം, ആ ആവശ്യമല്ല ബേവിച്ചൻ്റെ ആവശ്യം, ആ ആവശ്യമല്ല ഇവിടെ ഇരിക്കുന്ന ഒരാളുടെ ആവശ്യം. പക്ഷേ അവരവരുടെ ആവശ്യം. നിനക്ക് എന്തു വേണോ? അബ്രഹാമിന് വേണ്ടത് ഇപ്പോൾ ഒരു ആട്ടിൻകുട്ടിയാണ്, അത് അവിടെ ഒരുക്കപ്പെടും. ഇസ്രായേലിന് ആവശ്യം വെള്ളമാണ്, അത് അവിടെ ഒരുക്കപ്പെടും. ഇസ്രായേലിന് ആവശ്യം കടൽ മുറിയേണ്ടതാണ്, അത് അവിടെ ഒരുക്കപ്പെടും. നിനക്ക് എന്തു വേണോ അത് ഒരുക്കി തരുന്നവൻ്റെ പേരാ ദൈവം.
ഓ ഹല്ലേലൂയ. എനിക്ക് ദൈവം ഒരു ബോധ്യം തരിക, ഈ ദിവസങ്ങളിൽ ആരെല്ലാം നിന്നെ തകർക്കാൻ എഴുന്നേറ്റാലും നിലവിളി നിർത്തരുത്. ഓ ഹല്ലേലൂയ. ഒരു വാക്യം വായിച്ചുകൊണ്ട് ധ്യാനം തുടങ്ങാം. ഹല്ലേലൂയ. 34-ാം സങ്കീർത്തനത്തിൻ്റെ 6-ാമത്തെ വചനം വായിച്ചുകൊണ്ട് ദൂത തുടങ്ങാൻ പോകുക. 3 സന്ദേശങ്ങൾ ഈ വാക്യത്തിൽ നിന്നുകൊണ്ട് നിലവിളി എന്ന വിഷയത്തിനകത്തേക്ക് വരുവാൻ പോകുകയാണ്. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, അവന്റെ സകല കഷ്ടങ്ങളിൽ നിന്ന് അവനെ രക്ഷിച്ചു. നിലവിളിക്കാൻ കൊതിക്കുന്നവർ ആദ്യം കരുതേണ്ട ഒരു കാര്യമുണ്ട്, നിലവിളി കേൾക്കുന്നൊരു ദൈവമുണ്ട്. നടത്തിരിക്കുന്ന ആളെ തുടർന്ന് നിന്റെ നിലവിളി ദൈവം കേൾക്കുമെന്ന് പറ. ഓ ഹല്ലേലൂയ. കൂടെ വാതിലടച്ച് മുറിക്കകത്ത് കയറി പ്രാർത്ഥിക്കാൻ കാരണം എന്താ? ഈ നിലവിളി ദൈവം കേൾക്കും. ഈ നിലവിളി ദൈവം കേൾക്കും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? നിലവിളി. ഹോ റബല ഹതിരി ബിഗുഡ. ഞാൻ ഇപ്പോൾ ഓർക്കുന്ന ഒരു സംഭവത്തെ നിങ്ങളുടെ മനസ്സിലോട്ട് ഞാൻ കൊണ്ടുവരാം. ഒരിക്കൽ സ്തോത്രം, ഒരു ഫാമിലി എന്നെ കാണാൻ വന്നിട്ട് ഹസ്ബൻഡും വൈഫുമാണ്. എന്നെ കാണാൻ വന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ വീട് വരെ ഒന്ന് വരണം. അങ്ങനെ നിർബന്ധിതനായി ഞാൻ അവരുടെ വീട്ടിൽ ചെന്നു. വന്നപ്പോൾ എന്നോട് പ്രാർത്ഥിക്കാനൊന്നും ആവശ്യപ്പെട്ടില്ല. എന്നെ അവരുടെ വീട്ടിലേക്ക് പോകാനായിട്ട് നിർബന്ധിച്ചു. അവരുടെ വണ്ടിയിൽ തന്നെ ഞാൻ അവരുടെ വീട്ടിൽ ചെന്നപ്പോൾ പ്രായമുള്ള അമ്മച്ചിയും അപ്പച്ചനും ഉണ്ട്. ഹല്ലേലൂയ. അമ്മ ഈ അവിടുത്തെ മോളാണിത്. മോളും ഹസ്ബൻഡും ഉണ്ട്. അവിടുത്തെ മൂത്ത മോനും ഉണ്ട്. ഹല്ലേലൂയ. അപ്പച്ചനും അമ്മച്ചി, അപ്പനും അമ്മയും മൂത്ത മോനും, ഇത്രയും പേര് ഒരു പായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എന്നെ വിളിക്കാൻ കാരണം അവരുടെ അമ്മ ഇന്നലെ രാത്രി അവിടുത്തെ അമ്മച്ചി സ്വപ്നത്തിൽ കണ്ടു അനിപ്പാസ്റ്റർ കൂടെ പായിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കുന്നു. ഞാനൊന്ന് പ്രാർത്ഥിക്കാൻ ചെന്നതാ. 10 മിനിറ്റ് കഴിഞ്ഞപ്പം സ്തോത്രം, ആ ഇരുന്ന മുഴുവൻ പേരും നിലവിട്ട് കരയാൻ തുടങ്ങി. അവരെന്നോട് എന്തുവാ വിഷയമെന്ന് പറയുന്നില്ല. അവരെല്ലാം കരയുക, കൂട്ടുകൂടെ കണ്ണുനീരൊഴുക്കുക. ജീസസ്. അവര് കരഞ്ഞ് നിലവിളിക്കുക. ഞാൻ അവരോട് കരച്ചിൽ അല്പം ശാന്തമായപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് വിഷയം? പറഞ്ഞു, ഈ മകൻ്റെ അനുജൻ ഒരു രാജ്യത്താണ്. അവന് സ്തോത്രം ആ രാജ്യത്ത് വെച്ച് ഒരു കുരുക്കിൽപ്പെട്ടു. അവൻ ജയിലറയ്ക്കകത്താണ്. നാളെ അവന് വിധി വരാൻ പോവുക. 7 വർഷത്തെ തടവ്. ആമി 75 വയസ്സുള്ള അപ്പച്ചനും 73 വയസ്സുള്ള അമ്മച്ചിയും ജലപാനം വെടിഞ്ഞ് 3 ദിവസം കഠിന ഉപവാസത്തിൽ പായയിലിരുന്ന് നിലവിളിക്കുക. ആ നിലവിളിയുടെ വില ഞാൻ അന്നാ കണ്ടത്. ഞാനും കൂടെ ഇരുന്ന് നിലവിളിച്ചു. വിഷയത്തിൻ്റെ കാഠിന്യം കേട്ടപ്പോൾ 23 വയസ്സുള്ള ചെറുപ്പക്കാരൻ 7 വർഷം അവൻ്റെ ഭാര്യയും അവിടെ ഉണ്ട്. സ്തോത്രം. അവൾ ഒളിച്ച് പാർക്കുകയാ. അവളെ ഇരുമ്പടിയിൽ കിടക്കുകയാണ്. വിധി വരാൻ പോകുകയാണ്. അവരുടെ കൂടെ ഇരുന്ന് 1 മണിക്കൂറത്തേക്ക് പ്രാർത്ഥിക്കാൻ പോയ ഞാൻ വൈകിട്ട് 7 മണി വരെ നിലവിളിച്ചു പ്രാർത്ഥിച്ചവരുടെ കൂടെ. ഇങ്ങോട്ട് പോന്നപ്പം സത്യാവസ്ഥ ഞാൻ പറയാം, ഒരു ശൂന്യമായ ഹൃദയത്തോടാണ് ഞാൻ പോന്നത്. കാരണം ആ അമ്മച്ചിയുടെ കരച്ചിൽ, അപ്പച്ചൻ്റെ കരച്ചിൽ, അപ്പനും അമ്മയും കരയുന്നതിനുപരി വല്യപ്പച്ചനും വല്യമ്മച്ചിയും കരയുക. പിറ്റേ ദിവസം രാവിലെ സ്തോത്രം കോടതിയിലേക്ക് അവനെ കൊണ്ടുവന്നു. ഞാൻ കരച്ചിലിൻ്റെ വില അന്ന് അറിഞ്ഞു. 7 വർഷം ശിക്ഷിക്കപ്പെടേണ്ട വിഷയത്തിനകത്ത് കോടതി അവനെ വെറുതെ വിട്ടു. ഇവരെൻ്റെ വീട്ടിൽ വന്ന് ആ മനുഷ്യനെ കെട്ടിപ്പിടിച്ചിട്ട് പറയുക, നിലവിളിക്ക് ഇത്രയും ശക്തിയുണ്ടെന്ന്. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം, നമ്മളെ കൊണ്ടൊക്കാത്ത കാര്യം ഒരു നിലവിളിയിൽ തീരും. ഞാൻ വേദപുസ്തക ചരിത്രത്തിലോട്ട് കയറാൻ പോവുക. ഇന്ന് എന്നോട് ദൈവാത്മാവ് ദൂത് പറയാം, നിന്റെ കുടുംബത്തിൻ്റെ ചരിത്രം തിരുത്താൻ ഒരു നിലവിളി മതി. ഇന്ന് പകൽ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്നവരെ നോക്കാതെ നിലവിട്ട് ദൈവത്തെ വിളിച്ചാൽ നിന്റെ നിലവിളിയുടെ മുൻപിൽ ആർക്കുമില്ലാത്ത പ്രശ്നം നിനക്ക് വന്നത് നിലവിളിയിൽ ദൈവം ഇറങ്ങാനാ. അപ്പൊ ഈ ദിവസങ്ങളിൽ ദൈവം പറയാം, നിനക്ക് വേണ്ടി പ്രതിക്രിയ നടത്തുവാൻ ദൈവം ഇറങ്ങാൻ പോകുക. വചന വെളിപ്പാടിലോട്ട് നിങ്ങളുടെ ചിന്തയെ കൊണ്ടുവരിക. വളരെ പരിചിതമായ വാക്യം. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്നും രക്ഷിച്ചു. ഒരാമീൻ പറഞ്ഞാട്ട് ഈ ദിവസങ്ങളിൽ നിന്റെ നിലവിളി ദൈവത്തിന് മുമ്പിൽ എത്തും. ആ നിലവിളിയുടെ ഉത്തരം നിന്റെ മുമ്പിൽ വെളിപ്പെട്ടു വരും. ഒരു വചനം വായിച്ചുകൊണ്ട് ഈ ദൂതിനെ ഒന്ന് തുറന്നു വിടാം. ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 16-17 വാക്യങ്ങളിൽ
നിലവിളിക്കുന്ന ഒരു അമ്മയുടെയും മകൻ്റെയും ചരിത്രമാണ് ദൂത് തുടങ്ങുക. ഇതിൽ നിന്നുകൊണ്ട് 4-5 കാര്യം ഒന്ന് വെളിപ്പെടുത്തി തരാൻ പോകുകയാണ്. അവൾ പോയി അതിനെതിരെ ഒരു അമ്പിൻപാട് ദൂരത്തിരുന്നു. കുട്ടിയുടെ മരണം എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞ് എതിരെ ഇരുന്ന് ഉറക്ക കരഞ്ഞു. ദൈവം ബാലന്റെ നിലവിളി കേട്ടു. ദൈവത്തിന്റെ ദൂതൻ ആകാശത്ത് നിന്ന് ഹാഗറിനെ വിളിച്ച് അവളോട്, ഹാഗറെ, നിനക്കെന്ത്? നീ ഭയപ്പെടേണ്ട, ബാലൻ ഇരിക്കുന്നിടത്ത് നിന്ന് അവന്റെ നിലവിളി ദൈവം കേട്ടിരിക്കുന്നു. ഒരു മനുഷ്യന് നിലവിളിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്ന എപ്പോഴാന്ന് ചോദിച്ചാൽ, ആരും സഹായിക്കാനില്ലാത്ത സാഹചര്യം ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ്. ആർക്കും സഹായിക്കാൻ പറ്റാത്ത സാഹചര്യം നിനക്കുണ്ടാവുമ്പോൾ ഓർത്തോണം, അതൊരു നിലവിളിയെ തീരേണ്ട കാര്യമാണ്. നിങ്ങൾക്കറിയാം, ഇത് ഹാഗറിന്റെ കാര്യമാണ് പറയുന്നത്. ഒരു ജന്മത്തിൻ്റെ നല്ല ഭാഗം അബ്രഹാമിനെ സേവിച്ച ഹാഗറിന്, അബ്രഹാമിനെ കുറിച്ച് വായിക്കുന്ന, അബ്രഹാം സകലത്തിലും ബഹുസമ്പന്നനായിരുന്നു. എന്തുവാ? വേണേ ഇഷ്ടം പോലെ ആർക്ക് കൊടുക്കായിരുന്നു? ഹാഗറിന് കൊടുക്കായിരുന്നു. പക്ഷെ കൊടുത്തില്ല. എന്തൊക്കെ കൊടുത്തെന്ന് പറയാമോ? എന്തോ? ഒരു തുരുത്തി വെള്ളം, പിന്നെ കുറച്ച് അപ്പം. ചോദ്യം, എന്തുമാത്രം വെള്ളം വേണേ കൊടുക്കത്തില്ലായിരുന്നോ? വെള്ളവും അപ്പവും നല്ല ഇവിടുത്തെ സബ്ജക്റ്റ്. എന്തുമാത്രം കൊടുക്കാറുന്നല്ലോ. ഞാനൊരു തുടക്കത്തിലേ പറയാം, നിന്റെ ഫാമിലിയിൽ എത്ര റിച്ചായ ആളുണ്ടെങ്കിലും അതിനേക്കാട്ട് റിച്ചാണ് എൻ്റെ കർത്താവ്. ഞാനൊരു വചന വെളിപ്പാട് നിങ്ങളിവിടെ പഠിപ്പിക്കാൻ പോവാ. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. സ്തോത്രം. ഒന്നാമത് പഠിക്കേണ്ട ഒരു കാര്യം, നിന്റെ ദൈവമാ ഏറ്റവും വലിയ റിച്ച്. റോമർക്ക് പൗലൂസ് ലേഖനം എഴുതുമ്പോൾ വായിക്കണ്ട, എന്നെ നോക്കിയിരുന്നാൽ മതി. പൗലൂസ് പറയുകയാണ്, യഹൂദനെന്നും യവനനെന്നും വ്യത്യാസമില്ല, തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും നൽകുവാൻ തക്കവണ്ണം എൻ്റെ ദൈവം സമ്പന്നനാണ്. ചില ദാരിദ്ര്യാവസ്ഥ നിനക്ക് വരുന്നത് ദൈവം നിന്നെ തള്ളിയതല്ല, നീ ദൈവത്തോട് ചോദിക്കുമോ എന്നറിയാൻ വേണ്ടിയാ. അടുത്തിരിക്കുന്ന ഒരു കൈ കൊടുത്ത് വെച്ച് പറ, ദൈവത്തോട് ചോദിക്കാൻ പഠിക്കണമെന്ന് പറ. ചിരിച്ചോണ്ട് പറ, എന്തോ ദൈവത്തോട്. നമ്മുടെ ഒരു പ്രശ്നം, നാട്ടുകാരോട് മൊത്തം ചോദിച്ചാലും ബ്ലേഡുകാരോട് മൊത്തം ചോദിച്ചാലും ദൈവത്തോട് ചോദിക്കത്തില്ല. മിണ്ടുന്നില്ല. ഈ ചോദിക്കുന്നതൊരു വിശ്വാസമാണ്. ചിലര് ഒരിക്കൽ ഈ ദൈവത്തോട് ചുമ്മാ കയറി മോശ ഒരു ചോദ്യം ചോദിച്ചു, പുള്ളി ഞെട്ടിപ്പോയി. ഈ ദൈവം മോശ ദൈവത്തോട് ചോദിച്ച, കർത്താവെ, ഈ ജനം എല്ലാം കൂടെ ചോദിക്കുന്ന ഇറച്ചി കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പൊ കർത്താവ് പറഞ്ഞു, കൊടുക്കാന്ന് പറഞ്ഞു. എത്ര ദിവസം കൊടുക്കുമെന്ന് ചോദിച്ചു. മോശയുടെ കാൽക്കുലേറ്ററെ വെച്ച് അടിച്ച് പറഞ്ഞ ദൈവം പറഞ്ഞു, അങ്ങനെയല്ല, എല്ലാ ദിവസവും കൊടുക്കാന്ന് പറഞ്ഞു. അപ്പൊ മോശയ്ക്ക് ഒരു കൺഫ്യൂഷൻ, ഇത്രയും പേർക്ക് എവിടുന്ന് മത്സ്യത്തെ പിടിക്കും, എവിടുന്ന് ആ മാടിനെ അറക്കും? അപ്പം ദൈവം വെള്ളി എന്ന് പറഞ്ഞാൽ, നിന്റെ സിസ്റ്റം അല്ല എൻ്റെ സിസ്റ്റം, ഞാൻ ഭയങ്കര റിച്ചാ. ഒരാമയും പറഞ്ഞു തുടങ്ങണം. ഇന്ന് നീ ജാടയോണം വേണം ദൈവത്തെ ആരാധിക്കാൻ. നീ ആരാധിക്കുന്ന ദൈവത്തിന് എല്ലാം കഴിയും. മനസ്സിലായി വരുന്നുണ്ടോ? നിന്റെ ബുദ്ധിക്കെത്താത്ത ചില വൻകാര്യങ്ങൾ. അതിന് നല്ലൊരു വാക്യം ഞാൻ നിങ്ങളോട് പറയാം. ബൈബിളിൽ ഒരു വാക്യമുണ്ട്, ഇത് യഹോവയാൽ സംഭവിച്ചു. ബാക്കി പറയാോ, നമ്മുടെ ദൃഷ്ടിയിൽ. നിന്നെ ഈ ദിവസങ്ങളിൽ ചിലർ ആശ്ചര്യത്തോടെ നോക്കട്ടെ. നിന്റെ കുടുംബത്തിനകത്ത് ദൈവം പലരും നിന്നെ കൈവിട്ടത് തീർക്കാനല്ല, എന്റെ ദൈവത്തോട് ചോദിക്കാനാ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. അമ്മി, ഒരു വഴി അടഞ്ഞ പേടിക്കരുത്, ഒരു പോരാട്ടം ഉണ്ടായ പേടിക്കരുത്. അതിനെ എല്ലാം നീ ഓവർകം ചെയ്യും. അത് ചെയ്യണമെങ്കിൽ നിന്റെ അകത്ത് ദൈവം ആരാന്നുള്ള അറിവുണ്ടാകണം. അബ്രഹാമിന് വേണേ കൊടുക്കാം, പക്ഷെ കൊടുത്തില്ല. ഈ ദൈവമായിട്ട് തന്നെ ചിലത് തടഞ്ഞു വെച്ചേക്കുക. എന്തിനാണെന്നറിയോ? നിനക്ക് വിളിക്കുമ്പം തരാനാ. ഒരാമയും വരുന്നില്ല.
ഹല്ലേലൂയ. അമ്മി എങ്ങനെ വിളിക്കണം? ഒറ്റയ്ക്കിരുന്ന് വിളിക്കണം. മുമ്പോട്ട് പോയപ്പം അപ്പം തീർന്നുപോയി, വെള്ളം തീർന്നുപോയി. ഇനി തുടക്കത്തിലേ പറയാം, ലോകത്തിൽ ആര് തന്നാലും തീർന്നു പോവും. 30-ാം തീയതി വായിക്കുന്ന ശമ്പളം 15-ാം തീയതി ആകുമ്പോഴേ പറ, സത്യക്കണം, എല്ലാം തീർന്നു പോകും. പക്ഷെ ദൈവം തരുന്ന ഒന്നും തീർന്നു പോകത്തില്ല. ദൈവം ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടിച്ചതൊന്നും, ഇപ്പം ഞാൻ 2-3 കാര്യം പറയാം. നമ്മൾ ജനിച്ചപ്പോൾ മുതൽ മീൻ കഴിക്കുക അല്ലേ? മലയാളി കഴിച്ചു, ബോംബെക്കാരൻ കഴിച്ചു, കർണാടകക്കാരൻ കഴിച്ചു, ചെന്നൈക്കാരൻ കഴിച്ചു, ആഫ്രിക്കൻസ് കഴിച്ചു, സായിപ്പ് കഴിച്ചു. ചോദ്യം, മീൻ തീരുന്നോ? പറ, തീരുന്നോ? ദൈവം വൃക്ഷം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് നാട്ടുകാരെ മുഴുവൻ വെട്ടുക, തീർന്നോ? വെട്ട് നടത്തുമെന്ന് കിളിക്കുക. ദൈവം ഉണ്ടാക്കിയ പാറ നിന്ന് പൊട്ടിക്കുക, തീരുന്നുണ്ടോ? പൊട്ടിക്കുന്നോറും ഈ പാറ മുതലാളിയുടെ കണ്ണ് തുറന്നു വരുക. അത് മൊത്തം പാറയാ. വെള്ളം കുടിച്ചാൽ തീരുവോ? കുളിച്ചാൽ തീരുവോ? നീന്തിയാൽ തീരുവോ? ദൈവം ഉണ്ടാക്കിയതാ. ദൈവം ഉണ്ടാക്കി ഒന്നും തീർന്നു പോകത്തില്ല. പക്ഷെ മനുഷ്യന് തന്നാൽ എല്ലാം തീർന്നു പോകും. ഒരാൾ 25,000 രൂപ തന്നു, 4 ദിവസം കഴിഞ്ഞു തീർന്നുപോയി. ഒരാമയും പറഞ്ഞാട്ടെ, ഞാൻ ഇന്നാളി പറഞ്ഞാൽ തോന്നുന്നു, എന്നാൽ ഒന്നുകൂടെ പറയണമെന്ന് തോന്നി. ഒരു ഗൾഫിൽ നിന്ന് ഒരു അച്ചായൻ നാട്ടിൽ വന്നു. എന്നിട്ട് എൻ്റെ അടുക്ക ഭാര്യ അങ്ങോട്ട് വന്നു, പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കണം. എൻ്റെ ഭാര്യയുടെ തലയിൽ കഴിച്ചു, അവർക്കൊരു ദൂർത്തിൻ്റെ ആത്മാവുണ്ട്, അതൊന്ന് അഴിയാൻ പ്രാർത്ഥിക്കണം. അപ്പം ഞാൻ ചോദിച്ചു, ദൂർത്തിൻ്റെ ആത്മാവോ? എൻ്റെ പാസ്റ്റർ, എത്ര ശമ്പളം അവിടെ ഉണ്ടാക്കിയാലും മുഴുവൻ ഇവൾ ഇല്ലായ്മപ്പെടുത്തി കളയുക. ഞാൻ പറഞ്ഞു, എന്നാ ഒന്ന് പ്രാർത്ഥിക്കണമല്ലോ. അച്ഛാ എത്ര അയച്ചു കൊടുക്കുന്നത്? എല്ലാ മാസവും ഞാൻ 10,000 രൂപ അയച്ചു കൊടുക്കും. ഫുള്ള് തീർന്നു, 10 പൈസ. ഞാൻ ഭാര്യയോട് പറഞ്ഞു, അച്ഛൻ എത്ര നാളുണ്ട് ഇവിടെ? 2 മാസം. 2 മാസം ഇനി 10,000 വായിക്കണ്ട, അച്ഛൻ നടത്തണ്ട. അങ്ങനെ 1 മാസം അച്ഛന് വീട്ടുചെലവ് നടത്തിയ അച്ഛൻ എൻ്റെ അടുക്ക വന്നിട്ട് പറഞ്ഞു, എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കണം. ഞാൻ ചോദിച്ചു, എന്നാ? 35,000 ചിലവായി. അന്നേരം ആ പുള്ളിക്കാരന് മനസ്സിലായത് 1920 കാലമല്ല 25 കണ്ട മിണ്ടുന്നില്ല. പിടികിട്ടിയോ? ഞാൻ നിങ്ങളോട് ഒരു സന്ദേശം പറഞ്ഞു തുടങ്ങാം. നമ്മുടെ ഇരിക്കുന്ന തീരും, പക്ഷെ ദൈവം തരാൻ തുടങ്ങിയാൽ തീരത്തില്ല. അതുകൊണ്ടായി ചിലരെ അനുഗ്രഹിച്ചാൽ കണ്ടില്ല, പിന്നെ അവരെ അങ്ങ് വേണ്ടുവോളം അങ്ങ് അനുഗ്രഹിക്കുക. അതിൻ്റെ കാരണം തമ്പുരാൻ തുറന്നിട്ടാൽ പിന്നെ തീരുകയല്ല. ഇന്ന് എന്നോട് ദൈവം പറയാ, ഒരു നിലവിളിയോടെ നിന്റെ ജീവിതത്തിന്റെ ഭാവം മാറണം. ഇന്നിവിടെ ഉയരുന്ന നിലവിളിയുടെ യേശുവിൻ്റെ നാമത്തില് വറ്റുന്ന ബന്ധത്തെക്കാൾ വറ്റാത്ത ബന്ധം നിനക്കുണ്ടാകണം. തീരുന്ന ബന്ധത്തിനേക്കാൾ തീരാത്ത ബന്ധം ഉണ്ടാകണം. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇച്ചിരി ഗഹനമായിട്ട് നമുക്ക് ദൂതിലോട്ട് വരാം. പോയ വഴിക്ക് വെള്ളം തീർന്നുപോയി. അപ്പോൾ ഇനി നമ്മൾ എന്നോട് പിണങ്ങല്ലേ. ഹാഗർ പറഞ്ഞു, ഭയങ്കര പോരാട്ടമാ, തന്നു വിട്ടതെല്ലാം അവിടെ നിന്നൊന്നും തന്നുമില്ല, തന്നതെല്ലാം അങ്ങ് തീർന്നും പോയി. പിശാച് എന്നോട് നിന്ന് പോരാടുക എന്നൊന്നും പറഞ്ഞില്ല. അവൾ കരയുക. ആ കരയുന്ന എന്തിനാണെന്നറിയോ? കൈയിരിക്കുന്ന കൊച്ച് മരിക്കാറായി, ഒരടി മുമ്പോട്ട് വെക്കത്തില്ല. ഈ ചില സാഹചര്യത്തിൽ നിന്നെ ദൈവം കൊണ്ട് കയറ്റുന്നതാണ് നിന്റെ ദൈവാശ്രയം വർദ്ധിപ്പിക്കാൻ. ഒരാമയും വരുന്നില്ല. നിലവിളിക്ക് ഉത്തരം ഒരു വിഷയത്തിൽ കിട്ടിയാൽ മറ്റെന്തു പ്രശ്നം വന്നാലും അവൻ നിലവിളിക്കുക മാത്രം ചെയ്യും. എത്ര പേർക്ക് ആമയും പറയാൻ പറ്റും? ഇന്ന് പകൽ ആരോടൊക്കെയോ ദൈവം പറയുക, ആർക്കും അടയ്ക്കാൻ കഴിയാത്തത് തമ്പുരാൻ തുറന്നിടട്ടെ. ആരും ഇനി പറയട്ടെ, ശ്രദ്ധിച്ച് കേൾക്കണം, ഗഹനമായിട്ട് വരാം. ഇവൾ കുട്ടിയുടെ മരണം
കാണാൻ വയ്യാന്ന് പറഞ്ഞ് കരയുക. പക്ഷെ ഈ കരച്ചിൽ അങ്ങ് എവിടെ എത്തി? മോളിലെത്തി. എനിക്ക് ഇന്ന് തരുന്ന ഒരു ആത്മാവിൻ്റെ ബോധ്യം, ചിലരുടെ നിലവിളി മുകളിലെത്തും. ചിന്തിക്കാത്ത സ്ഥലത്ത് നിനക്ക് വേണ്ടി ചിലത് തുറന്നിടാൻ തമ്പുരാൻ തീരുമാനിച്ചിട്ടുണ്ട്. നീ അസ്തമിക്കുമെന്ന് കഥ പറഞ്ഞവരുടെ മുമ്പിൽ നീ അസ്തമിക്കത്തില്ലെന്ന് പ്രൂവ് ചെയ്യ. ഓ, മരുഭൂമിയെ മലർവാടിയാക്കുന്ന ദൈവം മരുഭൂമിയെ ഉദ്യാനമാ. യേശുവിൻ്റെ നാമത്തില്, യേശുവിൻ്റെ നാമത്തില്, യേശുവെ, ഒരു സാധ്യതയുമില്ല, പക്ഷേ ദൈവം പ്രവർത്തിക്കും. ഒരു സാധ്യതയുമില്ല, ദൈവം പ്രവർത്തിക്കും. ജപ്തി വന്ന് നിൽക്കുക, ദൈവം പ്രവർത്തിക്കും. കുരുക്ക് വന്ന് കിടക്കുക, ദൈവം പ്രവർത്തിക്കും. ആരോടോ ഞാൻ പ്രവചിച്ചു പറയുക, ഈ ആരാധനയ്ക്ക് നടുവില് വറ്റാത്ത ഒരു ഉറവ. ഓ, യെസ്, നിന്റെ നിലവിളി മേളിലെത്തി, നിന്റെ കണ്ണുനീർ മേളിലെത്തി. ദൈവം യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തില് ലാമന, ആർക്കും തടയാൻ പറ്റാത്ത ചിലത് നിന്റെ വീട്ടിൽ തുടങ്ങട്ടെ. ആർക്കും തടയാൻ പറ്റാ. യെസ്, ഹമന രബന, ആരോടും തുറന്നു പറയാതെ നീ നിലവിളിച്ച നിലവിളി. Glory to God, glory to God, glory to God. നീ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം, ഒറ്റയ്ക്ക് മുറിക്കകത്ത് കയറി വാതിലടക്കണം. വീട്ടിൽ പോകണമെന്നില്ല, നല്ല വണ്ടി തന്നിട്ടില്ലയോ, ഗ്ലാസ് പൊക്കിയിട്ട് ഒറ്റയ്ക്ക് ഒരു സൈഡിലോട്ട് മാറിയിട്ടൊന്ന് നിലവിളിക്കണം. എന്നോട് ദൈവാത്മാവ് ദൂത് പറയാ, ഇന്നും നിന്റെ കണ്ണ് തുറക്കുന്ന ദിവസമാകട്ടെ. Glory to God, glory to God. എനിക്ക് ദൈവം ബോധ്യം തരിക, നിലയ്ക്കാത്ത ചിലത്, ആർക്കും തടയാൻ പറ്റാത്ത ചിലത് നിന്റെ ലൈഫിൽ ഓപ്പൺ ചെയ്തിടാൻ പോവുക. അത് വിശ്വാസത്താൽ എത്ര പേർക്ക് കാണാൻ കഴിയും? ആരോടൊക്കെയോ ദൈവാത്മാവ് സംസാരിക്കുന്നു. അവൻ വറ്റുന്ന തുരുത്തി മാറാൻ പോകുന്നു, വറ്റുന്ന ഉറവ മാറാൻ പോകുന്നു. നിനക്കൊരു പുതിയ ഉറവ, അത് വറ്റാ. ഗ്ലോറി, കൃപ, 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 കൃപ. ചിലര് വറ്റിക്കാൻ നോക്കുന്നുണ്ട്, പക്ഷെ വറ്റത്തില്ല. ചിലർ ഇതിന്റെ ഉറവ അടയ്ക്കാൻ നോക്കുന്നുണ്ട്, അടയത്തില്ല. കാരണം ഇത് നിലവിളിയുടെ നടുവില്. ഓ, കണ്ടോ കണ്ടോ, ചിലരെ കർത്താവ് തൊടുക. ജീസസ്, നിന്റെ വീടിനകത്ത്, ജീസസ്, ജീസസ്, നിന്റെ തുരുത്തിക്കകത്തൊരു ഉറവ, നിന്റെ കലത്തിനകത്തൊരു ഉറവ. എന്നോട്, ആ ഉറവ നിന്റെ സന്തതി ആയിരിക്കും, ആ ഉറവ നിന്റെ ബിസിനസ് ആയിരിക്കും, ആ ഉറവ. യെസ്, കൃപ, 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 കൃപ. മുമ്പ് പുറകു ഇരിക്കുന്നവരെ നോക്കരുത്. എന്നോട് ദൈവാത്മാവ് പറഞ്ഞ അല്പ ദിവസത്തിനകത്ത് ആർക്കും തടയാൻ പറ്റാത്ത ഒരു ഉറവ. ലോർഡ്, ലോർഡ്. ഓ, ഞാൻ ഈ ഡോറ് തുറന്ന് മീറ്റിങ്ങിന് കയറി വരുമ്പോൾ ഞാനൊരു കാഴ്ച കണ്ടു. എന്നെ ഒരാൾ വന്ന് തൊട്ടിട്ട് പറഞ്ഞു, ഞാൻ തുറക്കാൻ വന്ന ഉറവയെ കുറിച്ച് പറയാൻ മറക്കരുത്. എവിടെ ക്ഷാമമുണ്ടെങ്കിലും നിന്റെ വീട്ടിലൊരു ഉറവ വരാൻ പോവാ. അത് സമൃദ്ധിയുടെ ഉറവയാ. നിലവിളിയുടെ മറുപടി, നിലവിളിയുടെ മറുപടി. എത്ര അസൂയാലുക്കൾ എഴുന്നേറ്റാലും നിന്റെ ഉറവ അടയത്തില്ല. ലോർഡ്, ലോർഡ്, ലോർഡ്. അത് വർദ്ധിച്ചു വർദ്ധിച്ചു വരട്ടെ, അത് തുറന്നു തുറന്നു വരട്ടെ.
ലോർഡ്, ലോർഡ്. യെസ്, നിന്റെ നിലവിളി മേളിലെത്തി. 2025 മുഴുവൻ ആർക്കും അടയ്ക്കാൻ പറ്റാത്ത ഉറവ. ഒരാമീൻ പറഞ്ഞേ. ഇരുമ്പഴികൾക്കകത്ത് പത്രോസ് ബന്ധിക്കപ്പെട്ട് കിടക്കുമ്പോൾ ദൂതൻ വന്ന് തട്ടി, ചങ്ങല പൊട്ടി. അപ്പൊ സഭ പ്രാർത്ഥിച്ചാൽ ദൂതൻ ഇറങ്ങും, സഭ പ്രാർത്ഥിച്ചാൽ ചങ്ങല പൊട്ടും, സഭ പ്രാർത്ഥിച്ചാൽ നീ എഴുന്നേക്കും. അടുത്തെന്നെ ദൂത് പറഞ്ഞൊരു ദൂത് ഞാൻ ഇപ്പോഴും ഓർക്കുക. ദൂതൻ പറഞ്ഞ് എൻ്റെ പിന്നാലെ വാ. 1-ാം വാതിലും 1-ാം കാവലും 2-ാം കാവലും തുറന്നു. പട്ടണത്തിലേക്കുള്ള ഇരുമ്പ് വാതിൽ നിന്റെ മുമ്പിൽ അടഞ്ഞടഞ്ഞു പോയതല്ല, തുറന്നു വരുന്ന കാഴ്ച. അതിന്ന് കാണണം. ഇന്നലകളിൽ അടഞ്ഞടഞ്ഞു പോയത് ഇന്നുകളിൽ ഹോളി സ്പിരിറ്റ് എവിടൊക്കെയോ അടഞ്ഞടഞ്ഞു പോയതല്ല, തുറന്നു വരുന്ന കാഴ്ച. കൃപ കൃപ കൃപ. എഴുതിയിട്ടോ അല്പ ദിവസത്തിനകത്ത് ചിലത് തുറന്നു വരും. ഗ്ലോറി ഗ്ലോറി. വിശ്വാസത്താൽ കണ്ട് നിന്റെ വഴി തുറന്നു. ഞാൻ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റുകയില്ല. ഹെരോദ രാജാവിന് നിന്നെ എങ്ങനെ അടക്കണമെന്നറിയാം. പക്ഷെ എൻ്റെ ദൈവത്തിന് ഹെരോദാവിന്റെ മുമ്പിൽ എങ്ങനെ തുറക്കണമെന്ന് അറിയാം. നിന്റെ അധ്വാന ഫലത്തെ എങ്ങനെ പിടിച്ചു വെക്കണമെന്ന് ഫറവോൻ അറിയാം. പക്ഷെ അവന്റെ കയ്യിൽ നിന്ന് എങ്ങനെ വിടുവിച്ച് നിന്റെ കൈ തരണമെന്ന് ദൈവത്തിനറിയാം. ഇവിടെ ആമയും പറയണ്ടേ. ഞാനൊരു വെളിപ്പാട് നിന്നോട് പറയാം. എഴുതിയിട്ടോ, നിലവിളിയുടെ മുമ്പിൽ ഉറവ വെളിപ്പെടും. ചില ആത്മ കണ്ണുകളെ ദൈവം തുറക്കുക. എഴുതിയിട്ടോ, നിന്റെ കുടുംബത്തിൽ ഇതുവരെ നടക്കാത്ത കാര്യം ഇന്നത്തെ പ്രാർത്ഥന നടക്കണം. എനിക്ക് പ്രധാനമായിട്ട് പറയേണ്ട ഭാഗം പറയട്ടെ. ഹാഗർ കരയുന്നു, കൊച്ചും കരയുന്നു. ഹാഗറിന്റെ കരച്ചിൽ എന്താണെന്ന് പറയുക? എനിക്ക് മരണം കാണാൻ വയ്യ. അപ്പൊ അവൾ ഉറപ്പിച്ച് എന്തോ നടക്കാൻ പോവാ. കൊച്ചെന്തുമായിരിക്കും കരഞ്ഞ്? ഈ പിള്ളേർ കരയുന്നത് എങ്ങനാ പറ? ഞാൻ കരയുന്നൊന്നും പഠിപ്പിക്കുന്നില്ല. പക്ഷെ ഞാനൊരു കാര്യം പറയാം. ചുണ്ടുണങ്ങി വെള്ളം കിട്ടാതെ വന്ന എങ്ങനെ ആയിരിക്കും കരച്ചിൽ? വെള്ളം അത്രേ ഉള്ളൂ. മഹാപരിശുദ്ധ ദൈവമേ, അണ്ടകടാകങ്ങളെ സൃഷ്ടിച്ചു അങ്ങനെയൊന്നും പറഞ്ഞില്ലേലും വെള്ളം വെള്ളം വെള്ളം. ദൂത് കിട്ടി. ബാലന്റെ കരച്ചിൽ. അർത്ഥം ഇനി അർത്ഥം പറയാൻ പോവാ. ഹാഗർ കരയുന്നത് എന്തിനാ? കുട്ടിയുടെ കുഞ്ഞ് കരയുന്നത് എന്തിനാ? ആവശ്യക്കാരന്റെ കരച്ചിലാ കേട്ടെ. ആവശ്യക്കാരൻ നീയാണെങ്കിൽ ആ കരച്ചിൽ കേൾക്കുക. ഇനി പറയാം. ഗ്ലോറി. എൻ്റെ ദൈവത്തിൻ്റെ പേര് സർവശക്തൻ. അതിൻ്റെ വ്യാഖ്യാനം പറയാം. നിന്റെ ആവശ്യത്തെക്കാൾ വലിയവൻ. ഒരാമീൻ പറഞ്ഞാട്ടെ. എൻ്റെ ദൈവം നിനക്ക് വേണ്ടി പ്രതിക്രിയ നടത്താൻ ഇറങ്ങുക. ഓ, യേശുവിൻ്റെ നാമത്തിൽ എഴുതിയിട്ടോ, നിന്നെ നിന്ദിച്ചവരുടെ മുമ്പിൽ ദൈവം നിനക്ക് പ്രതിക്രിയ നടത്തി. നിലവിളിയെ തീരാൻ പോവാ മറുപടി.
എന്നെ വളരെ ശ്രദ്ധിച്ചിരുന്നേ. ഇനിയത്തെ 10 മിനിറ്റ് വിലപ്പെട്ട മിനിറ്റാ. നിലവിളി കേട്ടു, നിലവിളി കേട്ടു. എന്നിട്ട് ദൈവം ബാലന്റെ നിലവിളി കേട്ടു. 17 ദൈവത്തിന്റെ ദൂതൻ നിലവിളി കേട്ടു. ദൈവത്തിന്റെ ദൂതൻ ആകാശത്ത് നിന്ന് ഹാഗറിനെ വിളിച്ച് അവളോട്, ഹാഗറെ നിനക്കെന്ത്? നീ ഭയപ്പെടേണ്ട. ബാലൻ ഇരിക്കുന്നിടത്ത് അവന്റെ നിലവിളി ദൈവം കേട്ടിരിക്കുന്നു. നീ ചെന്ന് ബാലനെ താങ്ങി എഴുന്നേൽപ്പിച്ചു കൊള്ളുക. ഞാൻ അവനെ ഒരു വലിയ ജാതിയാക്കുമെന്ന് അരുളി ചെയ്തു. വെള്ളമാണോ ആദ്യം കൊടുത്തേ, പ്രവചനമാണോ ആദ്യം കൊടുത്തേ? എടാ ദാഹിച്ചിരി ചെല്ലു പറഞ്ഞില്ല, എടാ ബ്രദറെ ഭക്ഷണം ഇല്ലാത്തവന് നീ ആഹാരം വാങ്ങിച്ചു കൊടുത്തു സുവിശേഷം പറ. അത് നാടിൻ്റെ ചിന്തയാ. പക്ഷെ ഈ ദാഹിച്ചിരിക്കുമ്പം ദൂത് പറഞ്ഞാലേ ഇതകത്ത് കിടക്കും. നിന്നെ ദൈവം പ്രവർത്തിക്കാൻ പോവാ. അതിനു മുമ്പേ ദൂത് പറയാൻ നിന്നെ ആ വിശപ്പോട് ഇരുത്തിയേക്കുക. നിന്റെ നിലവിളിക്ക് നടുവിൽ ഇന്നൊരു ശബ്ദം മുഴങ്ങും. ഹാഗറെ നടക്കാൻ പോവാ, നീ അവനെ താങ്ങി എഴുന്നേൽപ്പിച്ചോ, ഞാൻ അവനെ വലിയ ജാതിയാക്കും. അപ്പം നമ്മൾ പറയുന്ന പോലല്ല ദൈവം ഒരു കാര്യത്തെ വിടിവിക്കുന്നത്. ശ്രദ്ധിച്ചിരിക്കണം. ദൂത് പറഞ്ഞു, ദൈവം അവിടെ ചോദ്യം, ആദ്യം തുറന്നത് ഉറവയാണോ കണ്ണാണോ? പറ, മിണ്ടുന്നില്ല. കെനസേ പറ, ആദ്യം ഉറവയാണോ തുറന്നേ, കണ്ണാണോ തുറന്നേ? ഞാൻ മൈക്കൊണ്ടെന്ന് വിചാരിച്ചാ പറയാൻ പറഞ്ഞു. എന്തോ ഉറവ എന്ന് തുറന്നു, എന്ന് തുറന്നു. ഒരുപടി കയറി പറഞ്ഞു, ദൈവത്തിന്റെ സിസ്റ്റം എല്ലാം നിന്നെ ലോകസ്ഥാപനത്തിന് മുമ്പേ തെരഞ്ഞെടുത്തെന്നാ ആണോ? അങ്ങനെങ്കിൽ ആ വെളിപ്പാട് ഞാൻ ദൂത് പറയാ, ഇവൻ ജനിക്കുന്നതിന് മുമ്പേ തുറന്നു വിട്ടേക്കുക. ഞാനിന്ന് ഉറപ്പിക്കുക, നിനക്ക് വന്ന പ്രശ്നം യേശു അറിഞ്ഞു തന്നെയാ വന്നേക്കും. ഗ്ലോറി. അതിനൊരു പരിഹാരം, ഓ ഗ്ലോറി ടു ഗോഡ്, യേശുവായിട്ട് തന്നെ ഉണ്ടാക്കാൻ പോവാ. ഇതൊരു സൊല്യൂഷൻ ഉണ്ടാക്കി തരുന്ന സെക്ഷനാ. എന്നോട് ഓ ഇനി ചോദ്യം, അബ്രഹാം കൊടുത്തപ്പോൾ അളന്നു കൊടുത്തു, ദൈവം കൊടുത്തപ്പോൾ അളക്കാതെ കൊടുത്തു. അടുത്തിരിക്കുന്ന ആൾ ചുമ്മാ ചോദിച്ചേ, അളന്ന് വേണോ അളക്കാതെ വേണോ? പറ മോനെ, അളന്ന് വേണോ? ആ ആവേശം കാണുന്നില്ലല്ലോ. അളക്കാതെ വേണോ? ദൈവം തന്നാൽ ഈ പണ്ട് ഇസഹാക്കിനൊന്ന് കൊടുത്തു തമ്പുരാൻ. ഹോ, ഫെലിസ്ത്യർക്ക് അസൂയ തോന്നി. അങ്ങനെ ചിലർക്കൊക്കെ തോന്നണം. അല്ലാതെ ബ്രദറെ എന്നെ ദൈവം അനുഗ്രഹിച്ച് ഇപ്പോഴും ഞാൻ ഓടിട്ട വീട്ടിൽ താമസിക്കുക. കാര്യം അപ്പുറത്തൊരു വീട് വെച്ചാൽ വല്ലോരും പറഞ്ഞല്ലോ, നീ ഓലപ്പരയ്ക്കകത്തോട് ഒലപ്പര വെക്കണമെന്നാണ് ഞാൻ പറയുന്നത്. എടാ, ദൈവം വല്ലതും തന്നാൽ ധൈര്യത്തോടെ പറയണം, ദൈവം എനിക്ക് തന്നെന്ന്. അത് ദൈവം തന്നെന്ന് ഉറപ്പുള്ളവനെ പറയാവൂ. ഒരാമയും വരുന്നില്ല. ഹല്ലേലൂയ. ദൈവം എന്നെ അനുഗ്രഹിച്ചെന്ന് പറയാൻ തൻ്റെ ഉള്ള എത്ര പേരുണ്ട്? ആ 2 കൈയോ നോക്കി പിടിച്ച്, അങ്ങനെയുള്ള 2 കൈയും. ദൈവം എന്നെ അനുഗ്രഹിച്ചെന്ന് പറയാൻ തൻ്റെ ഉള്ളവര് ആ 2 കൈയോ. ദൈവം എന്നെ, ഞാൻ അനിപ്പാസ് അനുഗ്രഹിക്കുന്ന കാര്യമല്ല പറഞ്ഞ ദൈവം. നിങ്ങൾ എന്നെ കൈ താത്തിട്ട് ഇനി എന്നെ ശ്രദ്ധിച്ച ഒരു 5 മിനിറ്റ് എന്നെ നോക്കണം. പ്രധാന കാര്യം പറയാൻ പോയി. ഇന്ന് ചിലരോട് കർത്താവിൻ്റെ ആത്മാവ് പറയുകയാണ്, അമ്മേ മുമ്പോട്ടും പുറകോട്ടും പോകാൻ വയ്യാത്ത അവസ്ഥയിൽ നിന്നെ കൊണ്ട് കയറ്റിയത് ഒരു നിലവിളിയിൽ തീർക്കാനാണ്. ഗ്ലോറി. ചിന്തിക്കാത്ത ചില അത്ഭുതങ്ങൾ നിന്റെ കുടുംബത്തിൽ നടക്കട്ടെ. എണ്ണമില്ലാത്ത ചില അത്ഭുതങ്ങൾ നിന്റെ കുടുംബത്തിൽ നടക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ആരുടെയും വീട്ടിൽ നടക്കാത്ത ചില സംഭവങ്ങൾ നിന്റെ വീട്ടിൽ നടക്കട്ടെ. ആരുടെയും ഫാമിലി ലൈഫിൽ നടക്കാത്ത ചില അത്ഭുതങ്ങൾ ഇവിടെ വചന വെളിപ്പാടാ കൈമാറിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നിന്നോട് ദൈവം സംസാരിക്കുകയാണ്, അളക്കാതെ തരാൻ, അളവില്ലാതെ തരും ദൈവം. നിങ്ങൾക്കറിയോ,
ഇന്ന് അനി ജോർജ് പാസ്റ്റ് ഇവിടെ പ്രസംഗിക്കുമ്പോഴും അന്ന് തുറന്നിട്ട് ഉറവ നിന്നിട്ടില്ല. ഇപ്പോഴും ആ ഉറവ ഉണ്ടവിടെ. വർഷത്തിലൊരിക്കൽ ഇവിടുന്ന് ആൾക്കാർ ഫ്ലൈറ്റ് കയറി അവിടെ പോയേച്ച് ഒരു കന്നാസി വെള്ളം കൊണ്ടുവരും. അന്ന് തുറന്നിട്ട ഉറവെന്നുള്ള വെള്ളം. ഞാനൊരു ദൂത് നിങ്ങളോട് തുറന്നു പറയാം. തമ്പുരാൻ തുറന്നിട്ടാൽ നിന്റെ കാലത്തും നിന്റെ സന്തതിയുടെ കാലത്തും സന്തതിയുടെ സന്തതിയുടെ കാലത്തും തമ്പുരാൻ തുറന്നിട്ട ഉറവ വറ്റുകയില്ല. ഇന്ന് പകൽ നിലവിളിക്കാൻ തീരുമാനിക്കണം. എൻ്റെ ദൈവം നന്ദി നൽകാൻ തക്കവണ്ണം സമ്പന്നനായ ദൈവമാണ്. എത്ര പേർക്ക് ആത്മക്കണ്ണ് തുറക്കാൻ പറ്റും? ഇന്ന് ആരാധന ആശീർവാദം. അല്ലോ, ചിലരോട് ദൈവാത്മാവ് പറയുകയാണ്, നിന്റെ ഉറവ ഉടനെ വെളിപ്പെടും, ഉടനെ വെളിപ്പെടും. ആമി ദൈവത്തോട് ഞാൻ അതിൻ്റെ 2 കാര്യം കൂടെ പറഞ്ഞ് നിർത്താൻ പറ്റത്തുള്ളൂ. നിലവിളിച്ചിട്ട് നമുക്കൊരു കാര്യം കിട്ടിയാൽ, നിങ്ങൾക്കറിയോ, മനുഷ്യനിൽ അഹങ്കാരം ശരിക്കും കുറയും. അല്ലേ നമുക്ക് ഇച്ചിരി പൈസയൊക്കെ വന്നാൽ, അല്ലെങ്കിൽ ഇച്ചിരി നന്മയൊക്കെ വന്നാൽ, ഒരു കൃപാവരമൊക്കെ കിട്ടിയാൽ പിന്നെ എന്നെക്കാട്ടി വലിയ ശുശ്രൂഷകൻ ആരുമില്ല, ഞാനാരെയും അംഗീകരിക്കും തോന്നില്ല. എന്നോട് പരിശുദ്ധാത്മാ പറഞ്ഞു, നീ എന്തോ വേണേ പറഞ്ഞു. അങ്ങനല്ല. പക്ഷെ നിലവിളിയുടെ നടുവിലൊരു ശുശ്രൂഷ പകർന്നാൽ അവനിൽ എപ്പോഴും ഒരു താഴ്മ കാണും, ഒരു വിധേയത്വം കാണും, ഒരു വിനയം കാണും. ഞാനിപ്പോഴും ഓർക്കുക, ഞാൻ പേരൊന്നും പറയാൻ പറ്റത്തില്ല. ജീസസ് വെച്ച് തുടങ്ങിയ സമയത്ത് ഒരാൾക്ക് പെട്ടെന്ന് ഒരു അഭിഷേകം കിട്ടി. പെട്ടെന്ന് കിട്ടിയ ഒരു അഭിഷേകം. പുള്ളിക്ക് പാടാമെന്നും അറിയത്തില്ല. ഞാൻ ആദ്യം പുള്ളിയുടെ ഒരു വീട്ടിൽ വെച്ചാ പാട്ടുസം കൊടുത്തപ്പോൾ പുള്ളി ഇങ്ങനെ വിറച്ചാ പാടി. പിന്നെ പുള്ളി പാട്ടൊക്കെ പാടി, നല്ല പാട്ടാണ്. വേറൊന്നും പറയത്തില്ല കേട്ടോ, നിങ്ങളാരും ഉദ്ദേശിക്കുന്ന ആളല്ല, വേറൊരാളാണ്. അപ്പം പാട്ടൊക്കെ പാടിയപ്പോൾ ജനമെല്ലാം അംഗീകരിച്ചു, പുള്ളി നല്ലതായിട്ട് പാടിയല്ലോ. ഗ്ലോറി. അപ്പോൾ നല്ല, നമ്മളിതിന് ഇച്ചിരി കഴിവൊരാക്കൊണ്ട് അയാളെ 100 ഡിഗ്രി ഉയർത്തുമല്ലോ. അത് നന്നല്ലോ നമ്മുടെ ശുശ്രൂഷ. സത്യങ്ങള. ഇപ്പം എന്താ, പ്രായമായ ശുശ്രൂഷന്മാരും ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പം ഞാൻ നോക്കിയപ്പോൾ അദ്ദേഹം ഇങ്ങനെ കസേര ഇരിക്കുമ്പോൾ പ്രായമായ ഒരു ശുശ്രൂഷ എഴുന്നേറ്റ് വന്നപ്പോൾ ഇരുന്നോണ്ട് കൈ കൊടു. ഞാനിത് സ്റ്റേജ് തന്നുകൊണ്ട് വേണ്ടി ഞാൻ അവിടെ ചിറങ്ങി ചെന്നോട് തോളെ തട്ടി, നീ എന്നാടാ കാണിച്ചേ? നിന്റെ അപ്പനാകാൻ പ്രായമല്ലേ? അല്ല, പുള്ളിയെക്കാട്ടി ശുശ്രൂഷ എനിക്കുണ്ട്. ഞാൻ പറഞ്ഞ് നിൽക്കുകയല്ല മോനെ, ശുശ്രൂഷ 6 മാസം പോലും മുറ്റിക്കാൻ പറ്റില്ല. അതെന്താ കാര്യം? കരഞ്ഞു പ്രാപിക്കുന്നതും കരയാതെ ലഭിക്കുന്നതും രണ്ടാണ്. ഇതിൻ്റെ ദൂത് തുറന്നു വിടാനുള്ള വേറെ ഭാഗത്തോട്ടാണ് പോകേണ്ടത്. നിങ്ങൾ ശ്രദ്ധിക്കണം. നന്മയായാലും ശുശ്രൂഷയായാലും എന്തായാലും അത് കരഞ്ഞു പ്രാപിക്കേണ്ടതാണ്, നിലവിളിച്ച് പ്രാപിക്കേണ്ടതാണ്. എന്തെല്ലാം വെല്ലുവിളി വന്നാലും പോകാത്ത രഹസ്യം കരച്ചിലിൽ കിട്ടിയ മറുപടിയാ. യേശുവിൻ്റെ നാമത്തില് നിങ്ങളുടെ ജീവിതത്തിൽ ഓർത്ത്, നിങ്ങൾ കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ നിങ്ങൾക്ക് കിട്ടിയൊരു വിടുതൽ എന്തെല്ലാം മറന്നാലും മറക്കുമോ? ഞാൻ മറക്കത്തില്ല. ഹല്ലേലൂയ. ഞാൻ ഒരിക്കലൊരു വലിയ പ്രതിസന്ധി ഉണ്ടായ സമയത്ത് KPS മാനഹോളിന്റെ പുറകിൽ ഇതുപോലൊരു തൂണുണ്ട്. ഞാൻ ആ തൂണെ പോയി കെട്ടിപ്പിടിച്ച് അലറിക്കരയുമ്പോൾ ജോഷി പാസ്റ്റർ എന്നെ വന്ന് കെട്ടിപ്പിടിച്ച് എന്നോട് ചേർന്ന് കരയുക. ഞങ്ങളുടെ വീട്ടു പ്രശ്നം വടി പ്രശ്നം ഒന്നുമല്ല, സഭയുടെ കാര്യമാണ് പറയും. ഒരു ചർച്ച ഭയങ്കര ലെവലിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ അത് കൊമ്പ് കുത്താനുള്ള പിശാചിന്റെ ശ്രമങ്ങൾ കണ്ടപ്പോൾ ഞങ്ങൾ കെട്ടിപ്പിടിച്ച് ചിലപ്പോൾ ഇടിവെട്ടുന്ന ഒരു ശബ്ദം എൻ്റെ മുമ്പിൽ വന്ന് ചോദിച്ചു, സഭ എൻ്റെയാ നിൻ്റെ അല്ലെന്ന് പറഞ്ഞു. നീ പോയി ശുശ്രൂഷിക്കാൻ പറഞ്ഞു. ഒരാമയും വരുന്നില്ല. ഞാൻ അവിടുന്ന് ബലപ്പെട്ടു വന്ന് അന്ന് ശുശ്രൂഷിച്ച പോലെ മുമ്പൊരിക്കലും ശുശ്രൂഷിച്ചിട്ടില്ല. എന്താ ഇവിടുത്തെ ദൂത്? നിങ്ങൾ ശ്രദ്ധിക്കണം. സഭ അനിപ്പാശ്രയല്ല, രക്തം തന്ന് വിലയ്ക്ക് വാങ്ങിയവൻ ദൈവം. എനിക്കില്ലാത്ത ഭാരം നിനക്ക് വേണ്ട, ഞാൻ നോക്കിക്കോളാം. ഞാൻ ഇന്ന് ഈ ദൂത് അവസാനിപ്പിക്കുന്ന സമയത്ത് പറയാം, കരഞ്ഞു വാങ്ങിച്ചാൽ. മെസ്സേജിന്റെ ആകെ തൂക്കം, ഇപ്പോൾ നീ കടന്നു പോകുന്ന പ്രതിസന്ധി ഒരു കരച്ചിലിൽ തീരും. കരച്ചിലിൽ തീരും. പക്ഷെ നീ കരയണം, ആരും കാണാതെ കരയണം, ഉൾമുറിക്കകത്ത് കയറി കരയണം, നിലവിളിച്ചു കരയണം. എഴുതിയിട്ടോ, ആ നരച്ച് നിലവിളിയുടെ മറുപടി. ആർക്കുമില്ലാത്ത കട നിനക്കൊണ്ട് നിലവിളിക്ക. ഒരു സ്ത്രീ, എങ്ങനെ ദൂത് പറയാതെ നിർത്തും? ഒരു സ്ത്രീ പ്രവാചകന്റെ അടുക്കൽ നിലവിളിക്കുക, പ്രവാചക, പിള്ളേർ
നേരെ കടക്കാര് കൊണ്ടുപോകുന്നു. നിലവിളിയുടെ മുമ്പിൽ അവള് ഗവനിക്കാതെ കിടന്ന ഒരു എണ്ണഭരണിയുടെ കാഴ്ച പ്രവാചക കണ്ണുകളിൽ കാണിച്ചു. ഒരാമയും വരുന്നില്ല. ഞാനൊരു ദൂത് പറയാം, അബ്രഹാമേ, നീ മല കയറുമ്പോൾ തന്നെ ഒരു ആട്ടിൻകുട്ടി നീ വരാൻ വെയിറ്റ് ചെയ്യുക. ഇസ്രായേൽ നടന്നു വരുമ്പോൾ ഒരു പാറ വെയിറ്റ് ചെയ്യുക, മോശയുടെ വടിയൊന്ന് സ്പർശിക്കാൻ. ഇന്ന് പകലൊരു ദൂത് പറയാം, നീ ആഗ്രഹിക്കുന്നതിന് മുമ്പ് തമ്പുരാൻ കരുതിയിട്ടുണ്ട്. നീ പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ ദൈവം കരുതിയിട്ടുണ്ട്. നിന്റെ തോളിൽ തൊട്ടിക്കൊണ്ട് പറയാം, നിന്റെ കുഞ്ഞുങ്ങളുടെ ഭാവി ഓർത്ത് ഭാരപ്പെടണ്ട. ദൈവം കരുതിയിട്ടുണ്ട്. ദൈവം നിന്റെ സന്തതിക്ക് കരുതിയിട്ടുണ്ട്. ദൈവം നിന്റെ ആർത്ഥാന സന്താന പ്രബാധ രബന്ധന ദൂരകക്ഷന. ഓ, ഇതിനകത്ത് ആളിക്കത്തുന്ന ഒരു അഭിഷേകം ഞാൻ കാണുകയാ. ഓ, ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ആത്മാവിൽ കാണാം വറ്റാത്ത ഉറവ.